കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് കർത്താവിന്റെ വചനത്തിൽ നിന്നും സംസാരിപ്പാൻ ഇന്ന് പകൽ എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ബൈബിൾ വ്യക്തിത്വങ്ങളും നമ്മളെ സ്വാധീനിക്കുവാറുണ്ട്. ചില വ്യക്തിത്വങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാകരുത് എന്ന് കാണിക്കുന്നവരാണ്. എന്നാൽ ചില വ്യക്തിത്വങ്ങൾ നമ്മളെ അവരിലേക്ക് സ്വാധീനിക്കുകയും ആത്മീക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല തത്വങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നവരാണ്. എനിക്കറിയത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾക്ക് എന്തോ ലഭിക്കുന്ന സമയത്ത്, ഒരു പക്ഷെങ്കിൽ എക്സാമിന്റെ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ ഇത് നിങ്ങൾക്ക് തന്നെയാണോ ലഭിച്ചത്. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം, പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരവസരം ഞാൻ ഇന്നെന്നപോലെ ഓർക്കുന്നു. ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് എന്റെ ഉപരിപഠനത്തിനായി സയക്സ് ബൈബിൾ കോളേജിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഏകദേശം 80 പേരോളം എൻട്രൻസ് എക്സാമിന് എഴുതുകയുണ്ടായി. 4 സീറ്റുകൾ മാത്രമേ ഉള്ളൂ MTH പഠനത്തിനു വേണ്ടി ആ വർഷത്തെ ബാച്ചിൽ, ന്യൂ ടെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ എന്റെ കൂടെ എൻട്രൻസ് എഴുതിയ ഇടവും വലവും ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. എന്റെ ഇടതുവശത്ത് ഒരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു എൻട്രൻസ് എഴുതാൻ ഇരുന്നത്. എന്റെ വലത്തുവശത്ത് എന്നെക്കാൾ ഒരുപാട് പ്രായവും പരിചയവുമുള്ള വേറൊരാളാണ് ഇരുന്നത്. അപ്പോൾ എന്റെ പ്രായം കൊണ്ടും MDiv പഠനത്തിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പ് മാത്രം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഒരുങ്ങി, എനിക്ക് എന്തായാലും അഡ്മിഷൻ ഈ വർഷം കിട്ടത്തില്ല. ഈ 80 പേരിൽ 4 പേരെടുക്കുന്നവരിൽ ഞാൻ വരാനുള്ള സാധ്യതയില്ല. അപ്പൊ ഞാൻ അത് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ എന്റെ മനസ്സ് ഒരുക്കുകയും, എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. സയാക്സ് ബൈബിൾ കോളേജിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, ഇത്രയും രൂപ നിങ്ങൾ അടയ്ക്കുകയും ആ അഡ്മിഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. ഫോൺ കട്ടായി, ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയാണോ എന്നെ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയാ, ജോ തോമസ് എന്ന് തന്നെയാണോ പേര്? അവർ പറഞ്ഞു, അതെ അതെ, ഞങ്ങൾ ഇപ്പൊ വിളിച്ചു വെച്ചതല്ല ഉള്ളൂ. ബൈബിളിലെ ഒരു ക്യാരക്ടർ, പുതിയ നിയമത്തിലെ ഒരു ക്യാരക്ടർ, ഒരു വ്യക്തിത്വം എന്നെ അതിശയിപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും അതിശയിപ്പിക്കണം. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയാണോ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഒരു ലീഡർ ആകാൻ വേണ്ടി, ഒരു നേതൃത്വ നിരയിലേക്ക് വരുവാൻ? പൗലോസ് എന്ന അപാര പാണ്ഡിത്യം, ഒരു സ്ട്രോങ് വിൽഡ് മനുഷ്യൻ, പ്രതികൂലങ്ങളെ കണക്കാക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു ടഫ് വ്യക്തിയുടെ പിക്ചറാണ് പൗലോസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വളരെ ടിമിഡായ, വളരെ പേടി, വളരെ മുമ്പിലേക്ക് വരുവാൻ സ്വയവേ തന്നെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിത്വം, ഒരു ഭീരു. നമ്മൾ ചിലപ്പോൾ ചിലരെ നോക്കി പറയത്തില്ല, ഇവന് വലിയ നാണമാണ്. ഈ നാണമുള്ള, ഈ ഭീരുവായിട്ടുള്ള തിമോത്തിയോസിനെ പോലൊരു വ്യക്തിയെ ദൈവം ശുശ്രൂഷയിൽ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നത് എന്നെ അമ്പരപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ തിമോത്തിയോസ് എന്നെ പോലെ, അല്ലെ നിങ്ങളെപ്പോലെ പല ആവർത്തി ചോദിച്ചു കാണും പൗലോസിനോട്, പൗലോസെ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്, അതോ അബദ്ധം പറ്റിയാണോ? തീത്തോസ് എന്ന് വല്ലതും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ തിമോത്തിന്ന് കേട്ടതാണോ? കാരണം നാച്ചുറലി ഒരു ടഫ് ടൈറ്റസിനെ ആണ് പല ഉദ്യോഗങ്ങൾക്കും തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ തീത്തോസിനെ പോലൊരാളെ ചില സന്ദർഭങ്ങളിൽ മാറ്റി വളരെ ഭീരുവായ തിമോത്തിയോസിലേക്ക് ആ വിളി പോകുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. മറ്റൊരു കാര്യവും എന്നെ ചിന്തിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ, നിങ്ങൾക്ക് ഇത്രയുമേ ദിവസമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാകുന്ന ആ നിമിഷം,
ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അടുത്ത് വേണമെന്നുള്ളത് ഒരാഗ്രഹമായി വന്നേക്കാം. പൗലോസിനെ പോലെ ടഫായിട്ടുള്ളൊരു വ്യക്തിത്വം, സഭകൾ സ്ഥാപിച്ച് ഒരു ഫയർ ബ്രാൻഡായി നിന്നയാള്. 2 തിമോത്തിയോസ് 4:9-10 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്ക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ക്രെസ്കേസ് ഗലേത്തിയേക്ക്, തീത്തോസ് ദൽമാത്തിയേക്കും പോയി. തിമോത്തിയോസിനോട് പൗലോസ് പറയാ, ഇവരെല്ലാം എന്നെ വിട്ടുപോയി. വെൻ ഐ ആം ഫേസിംഗ് ഡെത്ത്, ഞാൻ മരണത്തെ മുഖാമുഖം കാണുമ്പോ, ഐ വിഷ് യു ആർ വിത്ത് മീ, നീ എന്റെ കൂടെ വേണം. എനിക്ക് മരണത്തെ നേരിടുവാൻ നിന്റെ ഒരു സാന്നിധ്യം എന്റെ അടുക്ക് ഉണ്ടായിരുന്നെങ്കിൽ. എന്നെ അമ്പരപ്പിക്കുന്നു. പൗലോസേ, ഇങ്ങനെ ഒരു വ്യക്തിയാണോ മരണത്തെ നേരിടുവാൻ താങ്കൾക്ക് അടുത്തു വേണ്ടിയത്? കാരാഗ്രഹത്തിൽ കിടന്നപ്പോ പൗലോസിനെ പോയി ഒന്ന് കാണുവാൻ പോലും താല്പര്യം കാണിക്കാത്ത, പൗലോസിനെ ഓർത്ത് ലജ്ജിച്ച് പിന്മാറിയ തിമോത്തിയോസിനോട് പൗലോസ് പറയാ, എന്റെ ആഗ്രഹം നീ എന്റെ അടുക്കൽ വേണം. നീറോയുടെ വാളിനാൽ ശിരച്ഛേദം ചെയ്യുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. തിമോത്തിയോസെ, നീ എന്റെ അടുക്കൽ വരാമോ? എന്റെ കൂടെ നിൽക്കാമോ? മരണത്തെ ഫേസ് ചെയ്യാൻ നീ എന്റെ കൂടെ നിൽക്കുമോ? വരുന്ന കൂട്ടത്തിൽ പുതപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാ പറയുന്നത്, അല്ല പുതപ്പിന് വേണ്ടിയല്ല വരുന്നത്. തിമോത്തിയോസ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ അടുക്കൽ വേണമെന്ന് പൗലോസിന് ആഗ്രഹം. 1 തിമോത്തിയോസ് 1:3 ഇപ്രകാരമാണ് പറയുന്നത്, എഫെസസ് സഭയിൽ കള്ള ഉപദേഷ്ടാക്കന്മാർ വിളയാടിയ സമയത്ത് പൗലോസ് ഇപ്രകാരം പറയുന്നു, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട്, അടുത്ത വാക്കൊന്ന് ശ്രദ്ധിക്കണം, ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്, ടു കമാൻഡ് സർട്ടൺ പീപ്പിൾ നോട്ട് ടു ടീച്ച്. ഇത് തിമോത്തിയോസിന് ഒക്കുമോ? തിമോത്തിയോസ് എന്ന ഭീരുവിന് ആജ്ഞാപിക്കാൻ ഒക്കുമോ? അതിശയിക്കുക. ഇത് തിമോത്തിയോസ് തന്നെയാണോ? തിമോത്തിയോസ് എന്ന് പറയുന്നത് ഒരു ഹൈലി അൺലൈക്ലി ലീഡറാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നാച്ചുറലി ഒരു ലീഡർ അല്ല ഇദ്ദേഹം. ലീഡർഷിപ്പ് ട്രൈറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, മാക്സ്വെൽ പോലുള്ള ആളുകൾ ലീഡർഷിപ്പിന്റെ തത്വങ്ങൾ എഴുതുമ്പോ ആദ്യം തന്നെ വേണ്ടിയ തത്വങ്ങളിൽ ചിലതാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഫോളോവേഴ്സിന്റെ മുമ്പിൽ നടന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഒരു സ്ട്രോങ് വിൽഡായി, എക്സംപ്ലറിയായി, ഒരു ടഫായ വ്യക്തിത്വത്തിന്റെ പിക്ചറാ ലീഡർഷിപ്പ് കിട്ടുന്നത്. ഇപ്പൊ ബൈബിൾ കോളേജിലും ചിലപ്പോ ചില വ്യക്തികൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോഴേ ചില സ്റ്റുഡൻസിനെ നോക്കി സാറുമാര് പറയാറുണ്ട്, ഇതൊരു ലീഡർഷിപ്പ് മെറ്റീരിയൽ ആണല്ലോ. കാണുമ്പോഴേ അറിയാം. ആ അപ്പിയറൻസ്, ആ ഔട്ട്ലുക്ക്, ആ സംസാരം, ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ആ ഉറച്ച നിലപാടുകൾ. അയ്യോ, തിമോത്തിയോസിന് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എടുത്തു പറയാനില്ലല്ലോ. തിമോത്തിയോസിനെ കുറിച്ചുള്ള 4 കാര്യങ്ങൾ അദ്ദേഹത്തിന് എഗൻസ്റ്റ് നിൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ലീഡർ ആകുന്നതിന് തടസ്സമായിട്ടുള്ള 4 കാര്യങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:1 ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആ വാക്യം അവിടം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷെ ആ വാക്യം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അമ്മ യഹൂദ സ്ത്രീയായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു എക്സ്പ്ലനേഷൻ, അടുത്ത 3 വാക്കുകളിൽ ഒരു കാര്യം ലൂക്കോസ് പറയുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അമ്മ യഹൂദ, അപ്പൻ യവനൻ. ഇതൊരു അപൂർവ സംഭവമാണ്. 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർക്ക് സ്ട്രിക്റ്റായ ആഹാര നിയമങ്ങൾ, യഹൂദന്മാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥനയാ ഞങ്ങൾ ജാതികളല്ലാത്തതിനായി സ്തോത്രം. നിയമങ്ങൾ, മോശയിക ലോ, ന്യായപ്രമാണം ജാതികളെ യഹൂദന്മാരെയും ഭയങ്കരമായി വേർതിരിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ തിമോത്തിയോസ് തന്റെ കുടുംബത്തെ നോക്കുമ്പോ, മാതാപിതാക്കളെ നോക്കുമ്പോ എത്ര പ്രാവശ്യം തിമോത്തിയോസ് ചിന്തിച്ചു കാണും, എന്റെ അമ്മ ഒരു യഹൂദ, എന്റെ അപ്പൻ ഒരു യവനൻ. ഒരു ഹൈലി ഡീമോറലൈസിംഗ് കാര്യമാണത്. താൻ സ്കൂളിൽ പോകുമ്പോൾ
പഠനത്തിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി പോലെ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാനില്ല തിമോത്തിയോസിന്. ഞാൻ മനസ്സിലാക്കുന്നത് തന്റെ സെൽഫ് എസ്റ്റീമിനെ അത് ഒരുപാട് ബാധിച്ചു കാണും. സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് ബാധിച്ചു കാണും. യഹൂദന്മാരുടെ കടഞ്ഞെടുത്ത മക്കളെ കാണുമ്പോൾ ആ യഹൂദ വംശാവലിയിലൂടെ വന്ന തന്റെ കണ്ടംപററീസിനെ, സ്നേഹിതന്മാരെ കാണുമ്പോൾ തിമോത്തിയോസ് പുറകിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് നാച്ചുറലാ. കാരണം അപ്പൻ യവനൻ, പരിച്ഛേദന എടുക്കാത്ത എന്നാൽ യഹൂദ അമ്മയുള്ള തിമോത്തിയോസ്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് എന്നെ ഈ കേൾക്കുന്ന യൂത്ത്സിനോട് ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റുവാൻ കഴിയുകയില്ല. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾക്ക് മാറ്റുവാൻ കഴിയുകയില്ല. നമ്മൾ ജനിച്ച സാഹചര്യങ്ങളെ നമ്മൾക്ക് മാറ്റാൻ കഴിയുകയില്ല. നമ്മുടെ കളർ, സ്കിൻ കളർ മാറ്റാൻ കഴിയുകയില്ല. നമ്മുടെ ഹൈറ്റ് മാറ്റാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഇന്നത്തെ തലമുറയിൽ കാണുന്നത്, മിററിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളോട് തന്നെ ഇഷ്ടം തോന്നുന്നില്ല. എനിക്ക് ഈ സൗന്ദര്യം പോരാ, എനിക്ക് കുറച്ചുകൂടെ നിറം വേണം, എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണം. അതിനെന്തോ ചെയ്യും? എങ്ങനെങ്കിലും വലിഞ്ഞു കയറി ഒരു ചപ്പലയിൽ നിൽക്കും. കാരണം എനിക്ക് ഈ ഉള്ള ഹൈറ്റ് പോരാ, എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണം. ആ ഉള്ള മുടി പോരാഞ്ഞ് എന്തെങ്കിലും അവത്തെ എക്സ്ട്രാ ആയിട്ട് കാണിച്ചു വെക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നിന്നും നമ്മള് ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, സൗന്ദര്യങ്ങൾ, മാതാപിതാക്കൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നവരാകിയിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, God will supernaturally supply what you lack naturally. നിങ്ങൾ സ്വാഭാവികമായി പരിമിതപ്പെട്ട് നിൽക്കുന്ന ഏതനുഭവമാണെങ്കിലും അസാധാരണമായ ദൈവത്തിന്റെ കൃപയിലൂടെ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയും. എന്ത് പരിമിതികളാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷെങ്കിൽ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, ഞാൻ എന്താ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത്, എന്നെ കണ്ടാൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ തിമോത്തിയോസ് അങ്ങനെ ഒരു വ്യക്തിയാ. തിമോത്തിയോസിന്റെ മാതാപിതാക്കളെ മാറ്റാൻ തിമോത്തിയോസിന് കഴിയത്തില്ല. എന്നാൽ തിമോത്തിയോസിന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്തത് അപാരമായ, അതിശയിപ്പിക്കുന്ന, ഇത് തിമോത്തിയോസ് തന്നെയാണോ എന്ന് ഏത് മനുഷ്യനെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, തിമോത്തിയോസിനെ കുറിച്ച് ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? തിമോത്തിയോസിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കുടുംബ ശ്രേഷ്ഠത പറയാനില്ലാത്ത തിമോത്തിയോസിന് അതിന്റെ കൂടെ ഐ എം വെരി യങ്, ഞാൻ എന്തോ പ്രസംഗിക്കാനാ, ഞാൻ പറഞ്ഞ ആര് കേൾക്കും, എനിക്ക് ജീവിത പരിചയമില്ല, ഞാനൊരു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് മൈക്കിൽ പറയാനൊന്നുമുള്ള ശക്തിയില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ലഭിച്ച അവസരങ്ങൾ കളഞ്ഞവരായിരിക്കാം. ആരെങ്കിലും ഒരു 5 മിനിറ്റ് ഒരു ചിന്ത പറയാൻ പറഞ്ഞപ്പോ, അയ്യോ എനിക്കൊക്കത്തില്ല, എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല, എന്റെ മുട്ടടിക്കും, എന്റെ കൈ വിറയ്ക്കും. അങ്ങനെയാണെങ്കിൽ കേൾക്കുക, ഒരു വലിയ തത്വം ഇവിടെയുണ്ട്. God doesn't call the qualified, He qualifies whom He calls. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാം തികഞ്ഞ, പക്വതയുള്ള, എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്നവരെ അല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവം തെരഞ്ഞെടുക്കുന്നവരെ ദൈവം ക്വാളിഫൈ ചെയ്യുന്നതായ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, തിമോത്തിയോസിന് എതിരായി നിൽക്കുന്നത് വളരെ പേടിയുള്ളൊരു സ്വഭാവം. 1 കൊരിന്ത്യർ 16:10-11 വാക്യത്തിൽ തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്താ ഇങ്ങനെ എടുത്തു പറയുന്നത്? എന്നിട്ട് പറയുക, എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേലയാണല്ലോ ചെയ്യുന്നത്, അവൻ നിർഭയനായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വളരെ വേഗത്തിൽ ഹേർട്ടാകുന്ന, വളരെ വേഗത്തിൽ പുറമോട്ട് വലിയുന്ന ഒരാളാണ് തിമോത്തിയോസ്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലര് നാച്ചുറലി തന്നെ അവര് പുറമോട്ട് പോകത്തേയില്ല. അവർക്ക് ക്രൈസിസ് എന്നുള്ളത് മുമ്പോട്ട് പോകാനുള്ള തള്ളല. എന്നാൽ ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വിമർശനത്തിന്റെ വാക്ക്, ഒരാളുടെ നോട്ടം മതി ഒരു ദിവസം അവരുടെ നഷ്ടപ്പെടാൻ. തിമോത്തിയോസ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത ആൾക്കാരോട് പറയുക,
അവൻ നിന്റെ അടുക്കൽ വരുമ്പോൾ എന്നെ പോലെ തന്നെ അവനെയും സ്വീകരിക്കണമേ. അവനെ ഭയപ്പെടുത്തരുതേ, അവനെ നിരാശപ്പെടുത്തരുതേ, അവനെ ഡിസ്കറേജ് ചെയ്യരുതേ. 2 തിമോത്തിയോസ് 4:7 വാക്യത്തിൽ പറയുക, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലടാ തിമോത്തിയോസെ നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ, പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോ പേടിച്ചുപോയി. അയ്യോ, ഈ പേടിയുള്ള വ്യക്തി, നാച്ചുറലി തന്നെ പേടിയുള്ള, വേഗത്തിൽ ഹേർട്ടാകുന്ന വ്യക്തി, ഹി വാസ് ഫിയർഫുൾ ആൻഡ് ടിമിഡ്. ഒരു വലിയ തത്വം അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? God is not looking for gold or silver vessels. He is looking for yielded vessels. മിന്നി വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ വെള്ളി പാത്രങ്ങളെ അല്ല ദൈവം അന്വേഷിക്കുന്നത്, ഇന്നും അന്വേഷിക്കുന്നത്. എന്നാൽ അവരുടെ ജീവിതം ദൈവത്തിങ്കലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന, യാതൊന്നും പിടിച്ചു വെക്കാത്ത, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാ ദൈവത്തിന് ഇന്നും ആവശ്യം. 4-മത്തെ ഒരു കാര്യം പറയാം, തിമോത്തിയോസിന് എതിര് നിൽക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. 2ാമത് ഞാൻ പറയുന്നത് തന്റെ പ്രായം, ടു ഇൻഎക്സ്പീരിയൻസ്ഡ്. 3-മത് ഫിയർഫുൾ ആൻഡ് ടിമിഡ്. 4-മത് 1 തിമോത്തിയോസ് 5:23 തിമോത്തിയോസിനെ കുറിച്ചൊരു കാര്യം പറയുന്നു, കൂടെ കൂടെയുള്ള ക്ഷീണം. ഒരു ലീഡറിന് ഒരിക്കലും എടുക്കാൻ ഒക്കാത്തൊരു കാര്യമാണ്. എപ്പോഴും മുമ്പിൽ നിൽക്കുകയും യാത്ര ചെയ്യുകയും മറ്റുള്ളവരുടെ മുമ്പിൽ മോഡലായി നിൽക്കേണ്ട ആള് തിമോത്തിയോസിനെ കുറിച്ച് പറയുക, നിനക്ക് കൂടെ കൂടെ ഫ്രീക്വന്റ് ഇൽനെസ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ നിങ്ങളെ ദൈവ പദ്ധതിയിൽ നിന്നും പുറമോട്ട് മാറ്റുന്നുണ്ടോ എന്ന്. പിന്നെയും ഞാനൊരു കാര്യം പറയട്ടെ, God will supernaturally supply what you lack naturally. ചിലപ്പോ ആസ്മയുടെ പ്രശ്നമായിരിക്കാം, ചിലപ്പോ മറ്റെന്തെങ്കിലും പ്രയാസമായിരിക്കാം. എപ്പോഴും നിങ്ങളെ ബോധർ ചെയ്യുന്ന ക്ഷീണം, അധീനം, അതിനെ മാറ്റിക്കൊണ്ടല്ലായിരിക്കാം ചിലപ്പോൾ, അതിന്റെ നടുവിൽ കൃപ കൂട്ടിത്തരുന്ന ദൈവം. 2 തിമോത്തിയോസ് 1:6 ഞാൻ വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കും, തിമോത്തിയോസിനെ പോലെ ഒരാളെയാണോ ദൈവം നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കുന്നത്? പൗലോസിന്റെ കണ്ണ് തിമോത്തിയോസിന്റെ മേൽ പതിയാൻ എന്താ ദൈവമേ കാരണം? എന്താ വാക്യത്തിൽ പറയുന്നേ? നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഡിസ്കറേജ്ഡ് ആകുന്ന, 1 തിമോത്തിയോസ് 4:14 പറയുന്നത്, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുതേ തിമോത്തിയോസേ. എന്ന് പറഞ്ഞാൽ ഉപേക്ഷയായി വിചാരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നെ കൊണ്ട് ഇതൊക്കത്തില്ല, എനിക്ക് കൂടെ കൂടെ ദീനം വരുന്ന ആളാ, ഞാനല്ല, ഞാൻ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം, ഞാനല്ല പോയി സുവിശേഷം പറയാൻ പോകുന്നേ. തിമോത്തിയോസ് അങ്ങനെയുള്ളൊരു വ്യക്തിയാ. ഇത്രയും 4 കാര്യങ്ങൾ എഗൻസ്റ്റായി നിൽക്കുമ്പോ 3 കാര്യങ്ങളുണ്ട് തിമോത്തിയോസിനെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷെങ്കിൽ ഈ 3 കാര്യങ്ങളായിരിക്കാം ദൈവം അവനിൽ കണ്ടത്. ഈ 3 കാര്യങ്ങളായിരിക്കാം പൗലോസ് തിമോത്തിയോസിൽ നേതൃത്വത്തിലേക്ക് വരാനുള്ള ക്വാളിഫിക്കേഷനായി കണ്ടത്. അവന് ദീനം, കൂടെ കൂടെയുള്ള ഇൽനെസ് ഉണ്ടായിട്ടും, ഡിസ്കറേജിങ് കാര്യം ഉണ്ടായിട്ടും, ഈസിലി ഹേർട്ട് ആകുന്ന വ്യക്തിയാണെങ്കിലും ഇതിനെല്ലാം മാറ്റിവെച്ച്, തിമോത്തിയോസെ നീ വേണം പോകുവാൻ, തിമോത്തിയോസെ നീ എന്റെ അടുക്ക വരണം ഈ മരണത്തിന്റെ നിമിഷത്തിൽ. ഇതുകൊണ്ടായിരിക്കാം. 1-മത്, ഹി വാസ് ഹംബിൾ. താഴ്മയുള്ളൊരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. കർത്താവിനാൽ പ്രയോജനപ്പെടണം, ദൈവമേ എന്നെ ഉപയോഗിക്കണം. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ഇതുവരെ ഉള്ളതുപോലെയല്ല, എന്നെ കുറച്ചുകൂടെ ശക്തമായി ഉപയോഗിക്കണമേ എന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുക. ദൈവം നോക്കുന്ന ഒരു കാര്യം നേതൃത്വത്തിലേക്ക് അല്ല, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ മുന്നേറാൻ ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ മാറ്റിവെക്കാൻ ഒന്നിനും കഴിയത്തില്ല. അത്യാവശ്യമായി വേണ്ടത് ഹ്യൂമിലിറ്റി, താഴ്മ. അപ്പൊ താഴ്മയെന്ന് പറയുന്നത് എന്താ? താഴ്മയെന്ന് പറയുന്ന മൃദുസ്വരത്തോട് സംസാരിക്കുന്നതാണോ? താഴ്മയെന്ന് പറയുന്നത് വളരെ ലോ ടോണിൽ ഇടപെടുന്നതാണോ?
അദ്ദേഹം വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും അല്ല താഴ്മ. താഴ്മയെ നിർവചിക്കാൻ ഞാനൊരു വാക്യം വായിക്കട്ടെ. ഫിലിപ്പി ലേഖനം 4:8 വാക്യത്തിൽ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. യേശുവിനെ കുറിച്ച് താൻ ഇപ്രകാരമാണ് പറയുന്നത്: തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. താഴ്മയാ വേണ്ടത്. തന്നെത്താൻ താഴ്ത്തി. താഴ്മയുടെ ലക്ഷണം എന്താണെന്നറിയാമോ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹ്യൂമിലിറ്റി ഹാസ് ടു ഡു വിത്ത് ഒബീഡിയൻസ്. താഴ്മ എന്ന് പറഞ്ഞാൽ എന്തും അനുസരിക്കുന്നവൻ, സ്വന്തം അജണ്ട കൊണ്ടുവരാത്തവൻ, ദൈവം എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നവൻ, നേതൃത്വം എന്താവശ്യപ്പെട്ടാലും അത് അനുസരിക്കാൻ തയ്യാറാകുന്നവൻ. അതാ താഴ്മ. പൗലോസ് തിമോത്തിയോസിനെ ബാറ്റൺ ഏൽപ്പിക്കാൻ കാര്യം, ആ റിലേ ഓട്ടത്തിൽ പുറമോട്ട് നിന്ന്, തിമോത്തിയോസെ നിന്റെ കയ്യിലോട്ട് ഞാൻ ഈ ബാറ്റൺ തരിക, നീയാ ഇനി ഓടേണ്ടതെന്ന് പറയാൻ കാര്യം, പൗലോസ് തിമോത്തിയോസിൽ കണ്ട ഒരു ഗ്രേറ്റ് വെർച്യു എന്ന് പറയുന്നത്, ഹി വാസ് വെരി ഹംബിൾ, ഹി വാസ് ഒബീഡിയന്റ്. 1 കൊരിന്ത്യർ 4:17 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. പൗലോസ് പറയാ, ഞാൻ അവനെ അയച്ചിരിക്കുന്നു നിന്റെ അടുക്കൽ. ആ വാക്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? പൗലോസ് ഒരു കാര്യം പറഞ്ഞാൽ അതപ്പാടെ നിവർത്തിക്കുന്ന ഒരു വ്യക്തിയാ തിമോത്തിയോസ്. മറു ചോദ്യമില്ല. ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. മിലിറ്ററി റൂള് പോലെ എന്ത് പൗലോസ് പറഞ്ഞാലും ഹി വിൽ ഒബേ. ഈ 1 കൊരിന്ത്യർ തന്നെ 16:12 വാക്യത്തിൽ വേറൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. 1 Corinthians 16:12 16:12 അപ്പൊല്ലോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. അപ്പൊല്ലോസിനോട് പൗലോസ് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ വളരെ അപേക്ഷിച്ചു, എങ്കിലും ഇപ്പോൾ വരുവാൻ അവൻ ഒട്ടും മനസ്സായില്ല. നോക്കിക്കേ, പൗലോസ് പറഞ്ഞിട്ടും മനസ്സില്ലാത്ത അപ്പൊല്ലോസ് ഒരു വശത്ത്. അപ്പൊല്ലോസ് പറയുന്നത് അവസരം കിട്ടിയാൽ അവൻ വരും. എന്നാൽ തിമോത്തിയോസ് എങ്ങനെയാണെന്നറിയോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ, തിമോത്തി, ഐ വാണ്ട് യു ടു ഗോ ടു കൊരിന്ത്. അടുത്ത നിമിഷം പൗലോസ്, വെൻ ഐ ഹാവ് ടു ഗോ, ഞാൻ റെഡി, ഞാൻ പൊക്കോളാം. ഇതൊരു വലിയ, ഏത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും വേണ്ടിയതാണ്. സംശയം കൂടാതെ, ചോദ്യങ്ങൾ കൂടാതെ അനുസരിക്കുവാൻ ഉള്ള മനോഭാവം, അതാ താഴ്മയെന്ന് പറഞ്ഞാൽ. യേശുവിന്റെ ജീവിതത്തിൽ താഴ്മ എന്താ? യേശുവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 6 കാണുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഹിതം ചെയ്യുവാനല്ല, പിതാവിന്റെ ഹിതം. മറു ചോദ്യം ചോദിക്കാതെ, ക്രൂശ് വരെ, ക്രൂശാണെങ്കിലും അനുസരിക്കുന്ന സ്വഭാവം. ഞാൻ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ: ദൈവവിളിയെ ഒരു വഴിയായി, ഒരു പാതയായി കാണണം. ഇറ്റ്സ് ലൈക്ക് എ വേ. ദൈവത്തിന്റെ വിളി എന്നുള്ളത് ഒരു വേ ആണ്. ആ വേയിൽ ഒബീഡിയൻസ് എന്നുള്ളത് വാക്കാണ്. ആ വഴി ദൈവം നമുക്ക് തുറന്നു തന്നാലേ ഒക്കത്തുള്ളൂ. ദൈവ വിളി എന്ന് പറയുന്നത് ഒരു വഴിയാ. നിങ്ങളിൽ ചിലരെ പ്രത്യേകമായി ദൈവം വിളിച്ചിട്ടുണ്ട്, പേർ ചൊല്ലി ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ടുണ്ട്. പൗലോസിനെ ദമസ്കോസിൽ വെച്ച് വിളിച്ചതുപോലെ ആ വിളി എന്നുള്ളത് ഒരു വഴി മാത്രമാണ്, നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വഴി. അനുസരണം എന്താണെന്നറിയാമോ? അതുവഴി നടക്കണം. അനുസരണത്തിലൂടെ, ആ വഴിയിലൂടെ നടന്ന് ദൈവ പദ്ധതികൾ ചെയ്യാനൊക്കത്തുള്ളൂ. ഗോഡ്സ് കോൾ ഇസ് എ വേ, അവർ ഒബീഡിയൻസ് ഇസ് ദ വാക്ക്. ദൈവത്തിന്റെ വിളി ഒരു വഴിയാണെങ്കിൽ അനുസരണമാ അതുവഴി നടക്കുന്നത്. അനുസരിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അനുസരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ കാര്യങ്ങൾ മാത്രമല്ല. ചിലപ്പോ വലിയ കാര്യങ്ങൾ, ഇവിടത്തെ ഞാൻ അന്ന് പോയി പഞ്ചാബിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, ഞാൻ പോകാം, പഞ്ചാബിൽ ഞാൻ പോകാം. ആ വലിയ അനുസരണമാ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ 10 കസാര തന്റെ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലോട്ടൊന്ന് മാറ്റിയിടാവോ? ഒബീഡിയൻസ് ഇൻ ലിറ്റിൽ തിങ്സ്, ഒബീഡിയൻസ് ഇൻ സ്മോൾ മാറ്റേഴ്സ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ശ്രദ്ധിച്ചതൊന്ന് കേൾക്കണമേ.
It is the obedience in small matters which matters at the end of the day. ചെറിയ കാര്യങ്ങൾ, അതിലുള്ള അനുസരണം. തിമോത്തിയോസ് അങ്ങനെയുള്ള വ്യക്തിയാ. രണ്ടാമതൊരു ക്വാളിറ്റി ഞാൻ തിമോത്തിയോസിൽ കാണുന്നത്, he is a man of integrity. ഒന്നാമത്, he is a man of humility. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 2 തിമോത്തിയോസ് 2:15 വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ആ വാക്കിന് ഒരുപാട് ഘനമുണ്ട്. യഥാർത്ഥമായി, ഒരു വേഷം കെട്ടലല്ല. ഹൃദയവും വായും തമ്മിൽ ബന്ധമില്ലാത്ത, വാ കൊണ്ട് ഭയങ്കര കാര്യം പറയുന്നു, ഹൃദയത്തിൽ വേറൊന്ന. വീടിനുള്ളിൽ വേറൊരു മനുഷ്യൻ, വീടിന് വെളിയിൽ വേറൊരു മനുഷ്യൻ. അതല്ല യഥാർത്ഥം എന്ന് പറഞ്ഞാൽ. വീടിനുള്ളിലെ വ്യക്തി വീടിന് വെളിയിലും. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ഹൃദയത്തിലുള്ളത് തന്നെ വെളിയിലും വരുന്നു. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞേ, യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത എന്ന് പറഞ്ഞാൽ, പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്ക്, യഥാർത്ഥമുള്ള. അപ്പൊ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എന്തെങ്കിലും ഈ യാഥാർത്ഥ്യമായ ഇതിൽ നിന്ന് കുറവുള്ളത് കൊണ്ടാണോ പൗലോസ് പറയുന്നത്. അല്ല 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 തിമോത്തിയോസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ ഒരു ഘടകം തന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:2 തിമോത്തിയോസിനെ കുറിച്ച് ലൂക്കോസ് എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? അവൻ എന്ന് പറഞ്ഞാൽ തിമോത്തിയോസ് ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. എന്താ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? നല്ല സാക്ഷ്യമുള്ളവൻ. അവന്റെ മാതാപിതാക്കൾക്ക് തിമോത്തിയോസിനെ കുറിച്ച് നല്ല സാക്ഷ്യം, അയൽവക്കക്കാരെ കുറിച്ച് നല്ല സാക്ഷ്യം, സഭയിലുള്ളവർക്ക് തിമോത്തിയോസിനെ കുറിച്ച് നല്ല സാക്ഷ്യം, യഥാർത്ഥമായ വ്യക്തിത്വം. 1 തിമോത്തിയോസ് 4:16 ഒരു വലിയ തത്വം അവിടെയുണ്ട്, ശ്രദ്ധിക്കണമേ. നിന്നെ തന്നെയും ഉപദേശത്തെയും. തിമോത്തിയോസ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാ, അതിൽ തുടരുവാനാണ് പൗലോസ് പറയുന്നത്. നിന്നെ തന്നെയും, ലൈഫിനെയും നിന്റെ ഡോക്ടറിനെയും സൂക്ഷിക്കണം. അവിടെ കൊണ്ട് അത് പറഞ്ഞു തീരുന്നില്ല. ആ വാക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്തതെന്നറിയാമോ? ഇതിൽ ഉറച്ചു നിൽക്ക. കണ്ടിന്യൂ ഇൻ ദിസ്. ഏതിലാണെന്നറിയാമോ? ഇന്റഗ്രിറ്റിയിൽ. നിന്നെ തന്നെയും ഉപദേശത്തെയും. ഒരു വ്യത്യാസം വരരുത്. ലൈഫും മിനിസ്ട്രിയും തമ്മിൽ വ്യത്യാസം വരരുത്. ഹൃദയവും അധരവും തമ്മിൽ വ്യത്യാസം വരരുത്. വീടിനുള്ളും വെളിയിലും തമ്മിൽ വ്യത്യാസം വരരുത്. ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. നീ അങ്ങനെ ഒരു വ്യക്തിയാ തിമോത്തിയോസേ, നിനക്ക് നല്ല സാക്ഷ്യമുണ്ട്, നീ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കർത്താവ് എങ്ങനെയുള്ളവരെയാ തന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നത്? 1, താഴ്മയുള്ളവർ, അനുസരണമുള്ളവർ. 2, ഇന്റഗ്രിറ്റി ഉള്ളവർ. പോപ്പുലറായി ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, വാക്ക് ദ ടോക്ക്. സംസാരിക്കുന്നത് ജീവിച്ച് കാണിക്കുക. ഇപ്രകാരം സാധാരണ പറയാറുണ്ട്, ക്യാരക്ടർ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ കരിസ്മ. വലിയ 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 കൃപ വരങ്ങളെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആണ് സ്വഭാവ രൂപീകരണം. വരങ്ങളില്ലാതെ ആരും നരകത്തിൽ പോകുമെന്ന് എഴുതിയിട്ടില്ല. വരങ്ങളില്ലെങ്കിൽ വെട്ടിക്കളയുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ഫലമില്ലെങ്കിൽ വെട്ടിക്കളയുമെന്ന് എഴുതിയിട്ടുണ്ട്. ഫലവും വരവും ഒരുമിച്ച് വന്നാൽ അതാണ് ഐഡിയൽ. ഒരുമിച്ച് വരണം. എന്നാൽ ഫലമില്ലാത്ത വരം കൊണ്ട് ഒരർത്ഥവുമില്ല. തിമോത്തിയോസ് നമ്മളെ കാണിച്ചു തരുന്ന ഇതാ, ജീവിതവും ഉപദേശവും തമ്മിൽ ഒരു ഭിന്ന ഇതുമില്ല. ഹീസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹീസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. ഹീസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. 3, ഹി വാസ് എ മാൻ ഓഫ് സിൻസിയറിറ്റി. ഇന്നത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷതയാണിത്. സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ചിലപ്പോ ചിലർ നമ്മളെ ഫോൺ ചെയ്യും. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തിനായിരിക്കും ഇദ്ദേഹം വിളിച്ചത്,
എല്ലാം കുശല അന്വേഷണമാണ് ചെയ്യുന്നത്. ഓ എങ്ങനെയുണ്ട്, ഇന്ന് എവിടെ പോയി, അവിടെ പോയി. അവസാനം ഫോൺ വെക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രത്യേകം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ എന്താണെന്നറിയാം അവിടെ നടന്നത്. ഫോൺ ചെയ്തത് വാസ്തവത്തിൽ സാമ്പത്തിക ആവശ്യം പറയാനാ. ആദ്യത്തെ 10 മിനിറ്റ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ കപടമില്ലാത്ത ജെന്യുവനായ ഇൻട്രസ്റ്റ് ഉള്ള ആൾ, യാതൊരു വിധത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാത്തയാൾ, സ്വന്തം ആവശ്യങ്ങൾ പറയുന്നതിന് കുറുക്കു വഴി തേടാത്തയാൾ എന്നൊക്കെയാണ് എന്റെ അർത്ഥം. തിമോത്തിയോസിനെ കുറിച്ച് എന്താ പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? ഫിലിപ്പി ലേഖനം 2:20 വാക്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച്, ഫിലിപ്പിയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയാം, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ. നമ്മൾ മുമ്പേ കണ്ട വാക്ക് യഥാർത്ഥമായി, ഇന്റഗ്രിറ്റി, യഥാർത്ഥമായി. ഇവിടെ നമ്മൾ കാണുന്നത് പരമാർത്ഥമായി, സിൻസിയറായി. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. പൗലോസിനെ കുറിച്ച് പഠിക്കുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ദ പോളൈൻ സർക്കിൾ. ഏകദേശം 60 കൂട്ടുവേലക്കാർ പൗലോസിന് ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പൗലോസ് പറയുക ഫിലിപ്പിയ ആൾക്കാരോട്, തിമോത്തിയോസിന്റെ പരമാർത്ഥമായ ആ സ്വഭാവ ഗുണം വേറെ ആരിലുമില്ല. എനിക്ക് തിമോത്തിയോസിനെ പോലെ ആരുമില്ല. 21 വാക്യം, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്, സ്വന്തം കാര്യം നോക്കുന്നവർ. ആത്മീയത തന്നെ സ്വന്തം കാര്യം സാധിക്കാനുള്ളൊരു മറയായി, പ്രാർത്ഥന തന്നെ സ്വന്തം കാര്യം അഭിവൃദ്ധിക്ക് വേണ്ടി മാറുമ്പോ തിമോത്തിയോസ് നമ്മളോട് പറയുന്നത്, തിമോത്തിയോസിനെ പൗലോസിനെ പോലെ പറയാനുള്ളത്, ഞാൻ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ഞാൻ എന്റെ ഗുണമല്ല. പലരും ലോകത്തെ സ്നേഹിക്കുന്നു. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, ഇവനിൽ പരമാർത്ഥതയുണ്ട്, ഇവൻ സിൻസിയറാണ്. ഞാൻ പറഞ്ഞ 3 പദങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ ഹ്യൂമിലിറ്റി, ഇന്റഗ്രിറ്റി, സിൻസിയറിറ്റി, ആ 3 പദങ്ങളുടെയും ആദ്യത്തെ ആൽഫബറ്റ് ഒന്നെടുത്താൽ ഹ്യൂമിലിറ്റിയുടെ H, ഇന്റഗ്രിറ്റിയുടെ I, സിൻസിയറിറ്റിയുടെ S. ഈ അക്രോണിം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഓർത്തിരിക്കാൻ വേണ്ടി ഹിസ് എന്നൊരു പദമാണ് ഇംഗ്ലീഷിൽ. ഹ്യൂമിലിറ്റിയുടെ H, ഇന്റഗ്രിറ്റിയുടെ I, സിൻസിയറിറ്റിയുടെ S ഒരുമിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ആ വാക്ക് ഹിസ്. തിമോത്തിയോസ് യഥാർത്ഥമായി, തിമോത്തി വാസ് ഹിസ് സെർവന്റ്. ആരുടെ? ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ശുശ്രൂഷകനാ തിമോത്തിയോസ്. എല്ലാ മനുഷ്യർക്കും ഒരു മാതൃകയാ. ബിക്കോസ് ഹി ഈസ് ഗോഡ്സ് സെർവന്റ്, ഹിസ് സെർവന്റ്. എല്ലാ ദൈവത്തിന്റെ ശുശ്രൂഷകരും, എല്ലാ ദൈവമക്കളും കർത്താവിന്റെ ശുശ്രൂഷകരായി തിമോത്തിയോസിനെ പോലെ നമ്മുടെ പരിമിതികളെ കൃപയാൽ അതിജീവിച്ച്, നമ്മുടെ ജീവിതത്തിലൂടെ സൗരഭ്യവാസന കാണിച്ച്, ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറി, ക്രിസ്തുവിന്റെ സുവിശേഷം അനേകർക്ക് മറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടത്